മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 മാർച്ച് 28 വെള്ളി. ഏറെ കോളിളക്കമുണ്ടാക്കിയ കൊടകര കുഴൽപ്പണക്കേസിൽ രാഷ്ട്രീയം തൊടാതെ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കേസ് തേഞ്ഞുമാഞ്ഞു പോകാതിരിക്കാൻ നിയമപരവും രാഷ്ട്രീയപരവുമായ ഇച്ഛാശക്തി രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ഒരുപോലെ പ്രകടിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. കൊടകര ഹവാല കേസ് ധൂളിയാകുന്നു. കൊടകര ഹവാല കേസിൽ കേരള പോലീസിൻ്റെ കണ്ടെത്തലുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ മുക്ത കുറ്റപത്രം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. പ്രതികളായി 23 വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരിൽ ആർക്കും BJPയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJPക്കായി കൊണ്ടുവന്ന പണം എന്ന പോലീസ് നിഗമനത്തെയും നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED. അവരുടെ കണ്ണിൽ ധർമ്മജൻ എന്ന ബിസിനസ്സുകാരൻ ട്രാവൻകൂർ പാലസ് ഹോട്ടൽ വക ആലപ്പുഴയിലുള്ള സ്ഥലം വാങ്ങാൻ കൊടുത്തുവിട്ട 3.5 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച കോളിളക്കമുണ്ടാക്കാനോ പ്രമാദമാകാനോ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സാധാരണ കേസ് മാത്രമാണ് കൊടകരയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ധർമ്മജൻ്റെ RSS ബന്ധമോ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതും BJPയുടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തതുമായ 41.40 കോടിയുടെ കള്ളപ്പണത്തെക്കുറിച്ചോ 2021 മാർച്ച് 6 കേരളത്തിലേക്ക് BJP അയച്ച 4.40 കോടി സേലത്ത് വെച്ച് കൊള്ളയടിക്കപ്പെട്ട സംഭവമോ, എന്തിന് മുൻ BJP ഓഫീസ് സെക്രട്ടറി സതീഷ് തിരൂർ കള്ളപ്പണ ആരോപണം പരസ്യമായി അംഗീകരിച്ചിട്ട് പോലും അവയൊന്നും അന്വേഷിക്കാതെ സാധാരണ കുറ്റപത്രം നൽകി ED തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു. റംസാനിൽ ദരിദ്രർക്ക് ദാനധർമ്മങ്ങൾ എത്തിച്ചു നൽകുന്ന സന്നദ്ധ സംഘങ്ങളുടെയും വ്യക്തികളുടെയും ഓഫീസുകളിലും വീടുകളിലും കയറി തീവ്രവാദത്തിൻ്റെ ആഗോള വലക്കണ്ണികൾ തപ്പുകയും കിട്ടിയില്ലെങ്കിൽ കൃത്രിമമായി അതുണ്ടാക്കുകയും ചെയ്യാൻ മടിയില്ലാത്ത EDയാണ് BJPയുടെ ഹവാല കേസിൽ ധാരാളം തെളിവുകളും മൊഴികളും ഉണ്ടായിട്ടും ഒരു ചരടുമില്ലെന്ന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. നവഭാരതത്തിലെ നിയമ നടപടിക്രമങ്ങളുടെ നടപ്പു രീതികൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് കുഴൽപ്പണം കടത്തിയത് എന്ന പോലീസ് കുറ്റപത്രത്തിലെ നിഗമനവും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കളുടെ പങ്കുണ്ടെന്ന കണ്ടെത്തലും ഗൗരവത്തിലെടുക്കാതെ സമർപ്പിച്ച EDയുടെ കുറ്റപത്രത്തിൻ്റെ സാധുതയെ നിയമപരമായി ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. 2 കുറ്റപത്രങ്ങളിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതികൾക്ക് രക്ഷപ്പെടാനും ഏറെ പ്രാധാന്യമേറിയ കേസ് ധൂളിയാക്കാനുമുള്ള ആസൂത്രിത പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നു എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് കേസിൽ നടക്കുന്ന ട്വിസ്റ്റുകൾ. കേരളത്തിലും പുറത്തുമുള്ള BJP ഉന്നത നേതാക്കളുടെ കാർമ്മികത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവന്നത്. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചത് കർണാടകയിൽ നിന്നുള്ള BJP നേതാക്കളും മന്ത്രിമാരുമായിരുന്നു. ഇതെല്ലാം അന്വേഷണത്തിൽ നിന്ന് പുറത്താകുന്നതോടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടില്ലെന്ന് മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിൻ്റെ കുത്തൊഴുക്കായിരിക്കും സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത്. ആരായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നതെന്ന കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ. അത് തടയാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ നിയമവാഴ്ചയുടെ വീഴ്ചയ്ക്ക് മാത്രമല്ല, രാഷ്ട്രീയപരമായ വലിയ പരാജയത്തിന് കൂടിയായിരിക്കും ഭാവി കേരളം സാക്ഷ്യം വഹിക്കുക. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നത് പുതിയ കീഴ്വഴക്കങ്ങളൊന്നുമല്ലെന്നത് വസ്തുതയാണ്. പലപ്പോഴും ഇത്തരം അധികാര ദുഷ്പ്രവണതകൾ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കുകയും ചെയ്യുന്നു. പക്ഷേ കൊടകരയിലെ ഹവാല കേസ് അന്വേഷണ ഏജൻസികളുടെ അട്ടിമറിക്കപ്പെടുമ്പോൾ അവരുടെ വിശ്വാസ്യതയോടൊപ്പം തകരുന്നത് രാജ്യത്തിൻ്റെ നിയമവാഴ്ചയും പൊതുജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസവും കൂടിയാണ്. അതുകൊണ്ട് 2 കുറ്റപത്രങ്ങൾ 2 തരത്തിലായത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ 2 അന്വേഷണ വിഭാഗങ്ങൾക്കും ബാധ്യതയുണ്ട്. തെറ്റുകൾ തിരുത്താനും പരസ്പര വിരുദ്ധമായ നിഗമനങ്ങൾ കോടതിയിലെത്തുമ്പോൾ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും സർക്കാരിനുണ്ടാകണം. അല്ലെങ്കിൽ നാഗ്പൂർ ആക്രമണങ്ങളിലും ഡൽഹി വർഗീയ കലാപത്തിലും സമ്പൽ സംഘർഷത്തിലും ഇരകൾ പ്രതികളാക്കപ്പെടുകയും തുറുങ്കിലടക്കപ്പെടുകയും ചെയ്യുന്ന അസ്വസ്ഥജനകമായ അനുഭവങ്ങൾ കേരളത്തിലും ആവർത്തിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. രാഷ്ട്രീയ സ്വാധീനത്താൽ കേസുകൾ അട്ടിമറിക്കപ്പെടുകയും അധികാരത്തിൻ്റെ തണലിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയും ചെയ്യാം എന്നുമുള്ള അവസ്ഥ രൂപപ്പെടുന്നത് കേരളീയ സാമൂഹിക ജീവിതത്തിനും ഒട്ടും ശുഭകരമായിരിക്കില്ല. അതുകൊണ്ട് കൊടകര കുഴൽപ്പണ കേസ് ധൂളിയാകാതിരിക്കാൻ
നിയമപരവും രാഷ്ട്രീയപരവുമായ ഇച്ഛാശക്തി രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ഒരുപോലെ പ്രകടിപ്പിക്കണം. മാധ്യമം പോഡ്കാസ്റ്റ്.